ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് അതിനകത്തുള്ള വസ്തു എന്താണെന്ന് പൂർണ്ണമായും അറിയാൻ കഴിയില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ രാസ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിസ്ഥിതി നാശത്തിന് പോലും വഴിവെച്ചേക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കോസ്റ്റ് ഗാർഡിന് മുന്നിലും നേവിക്ക് മുന്നിലുമുള്ള പ്രഥമ പരിഗണനകൾ എന്തൊക്കെയാകും സഹിൻ? ഈ കണ്ടെയ്നറുകളെ വലിച്ചു കയറ്റാനുള്ള ഈ എന്തെങ്കിലും വലിച്ചു കയറ്റാൻ കഴിയുമോ അതായിരിക്കുമോ നോക്കുക, അതോ ഇനി മറ്റ് നീക്കങ്ങളിലേക്ക് കൂടി കടക്കുമോ? സേതു, അതായത് ഈ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിരിക്കുന്നത്, ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഈ ഹസാഡസ് കെമിക്കൽ ആണെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നത് ബാരലുകളിലായിരിക്കാം, അല്ലെങ്കിൽ വലിയ ടിന്നുകളിലായിരിക്കാം. ഈ ടിന്നുകൾ കൃത്യമായി ലോക്ക് ചെയ്തതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേടുപാടുകൾ ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതെങ്ങനെ അത് നീക്കം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചനയുമുണ്ട്. മാത്രമല്ല, എണ്ണപ്പാടുകൾ ഈ തീരങ്ങളിൽ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത കണ്ടാൽ തന്നെ ആളുകൾ ആരും തന്നെ കൗതുകം കൊണ്ട് അങ്ങോട്ടേക്ക് പോകരുത്, മറ്റു കാര്യങ്ങൾക്കായി അങ്ങോട്ടേക്ക് പോകരുത്. പകരം 112 എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കുകയാണ് വേണ്ടത്. അത് നീക്കം ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുന്നതിനും വേണ്ട നടപടികൾ ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും തീർച്ചയായും കൈക്കൊള്ളും. കാരണം നമ്മുടെ തീരസംരക്ഷണ സേനയും നമ്മുടെ നാവികസേനയും എല്ലാം കരുത്തുറ്റതാണ്. അവർക്കത് നീക്കം ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും അത് അങ്ങനെ തന്നെ ആകുമെന്ന് നമ്മൾക്കും പ്രതീക്ഷിക്കാം. സേതു, ഈ ഇപ്പോഴത്തെ നിരീക്ഷണമൊക്കെ എങ്ങനെയാണ് സഹിൻ? ഇപ്പോൾ INS സുജാത അവിടെയുണ്ട് എന്നറിയുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ മുങ്ങിയ എലിസ 3 അതിൻ്റെ ഒരു മദർഷിപ്പ് അവിടെ ഉണ്ടെന്ന് അറിയുന്നു. ഒപ്പം തന്നെ ഇനി കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും കൂടുതൽ കപ്പലുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ, കൂടുതൽ ഹെലികോപ്റ്ററുകൾ എത്തുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു ഈ നിലവിലെ ഒരു ഈ നിരീക്ഷണങ്ങൾ നടക്കുന്നത്? സേതു, പരമാവധി ഈ കണ്ടെയ്നറുകൾ കടലിൽ വെച്ച് തന്നെ അത് ഹാങ് ചെയ്ത് മറ്റു കപ്പലുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികളാണ് ഇനി നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു. ആ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി മറ്റു കപ്പലുകളിലേക്ക്, ഈ എലിസ 3യുടെ തന്നെ മദർഷിപ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കും. ഒപ്പം തന്നെ INS സുജാത അടക്കമുള്ള കപ്പലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ അറിയിപ്പ് നൽകുക, ഇക്കാര്യങ്ങളെല്ലാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.